അങ്ങനെ ആദ്യത്തെ അടി നടന്ന ദിവസം തന്നെ അതും നടന്നു. അത് രണ്ടാമതും നടന്നു, മൂന്നാമതും നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാനും സീമയും കുഞ്ചുവിൻ്റെ തട്ടുകടയിലെ അക്കാലത്തെ ഹിറ്റ് കോമ്പിനേഷനായ കപ്പയും മുട്ടയുമായി മാറുകയായിരുന്നു. ഈ കോംബോ ഒരു എവർഗ്രീൻ ഹിറ്റാവുമെന്ന് കുഞ്ചുവിനെ പോലെ തന്നെ ഞങ്ങളും അടിയുറച്ചു വിശ്വസിച്ചു. അയലത്തെ പെണ്ണിൻ്റെ ഉള്ളിൽ വന്നു പള്ളിപ്പെരുന്നാളു കൂടി, പിന്നെ ആരാരും കാണാതെ നെഞ്ചിൽ മറന്നിട്ട തൂവാല വാങ്ങി. മാനത്തെ ചന്ദ്രന്റെ വീട്ടിൽ ചെന്നു പാതിര കല്യാണം കൊണ്ടാടി, വന്നു പാതിര കല്യാണം കൊണ്ടാടി. അയലത്തെ പെണ്ണിൻ്റെ ഉള്ളിൽ വന്നു പള്ളിപ്പെരുന്നാളു കൂടി, പിന്നെ ആരാരും കാണാതെ നെഞ്ചിൽ മറന്നിട്ട തൂവാല വാങ്ങി. അയലത്തെ പെണ്ണിൻ്റെ ഉള്ളിൽ വന്നു പള്ളിപ്പെരുന്നാളു കൂടി, പിന്നെ ആരാരും കാണാതെ നെഞ്ചിൽ മറന്നിട്ട തൂവാല വാങ്ങി. അത് നടക്കില്ലേ സാബു? നമ്മുടെ പിള്ളേരെ തല്ലിട്ട് ഉമാരാൻ കമ്മലിൽ കൂടെ നെഞ്ചു പിരിച്ച് നടക്കാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വെറും ഉണ്ണാക്കന്മാരാവില്ലേ? നമുക്ക് തല്ലിയാണ് തീർക്കാന്നേ. നിങ്ങളൊരു ബസ്സിലാളർക്ക്, ഞാൻ ട്രെയിനിൽ ഇറക്കാൻ പറ്റുന്നോട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ തോമസേ, നമുക്ക് നോക്കാം. ആ കാണാം. കോംപ്രമൈസ് കൊണ്ട് ഒരു അടുപ്പും വേണ്ട. പറ. ഞാനവിടെ ഒരു ഇത്തിരി കൽപ്പിട്ട് കാര്യം പറഞ്ഞെന്നുള്ളൂ. അവന്മാരായിട്ട് അധികം മുട്ടാൻ നിൽക്കണ്ട, പാർട്ടിക്കാരാ. ആ പിന്നെ നമ്മുടെ മാതിരി ഒന്ന് രണ്ട് ആൾക്കാരെ തല്ലിക്കൊള്ളാന്നല്ല, ഇത്ര സ്ക്വയർ ഫീറ്റിലേക്കാണ് എല്ലാവരും തല്ലിക്കൊള്ളാന്നാണ് അവരെടുക്കണ കൊട്ടേഷൻ. അതുകൊണ്ട് നല്ല ഇടി അങ്ങനെ കൊടുത്തില്ലേ? ഇങ്ങോട്ട് കിട്ടിയില്ലേ എനിക്ക്? ആരും അറിയണ്ട. വാ, 2 ടണ്ണമ്മൽ അടിക്കാം. ആ ഡാർക്ക് റൂമിൽ പോയിരിക്കാം. അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ടണ്ണമൽ തോമസേട്ടൻ. ലിനു പോയ ഒഴിവിൽ ഞങ്ങളുടെ ടീമിലേക്ക് വന്ന് ഇപ്പം ഞങ്ങളുടെ കോംപ്രമൈസ് മാനേജറായിട്ട് വർക്ക് ചെയ്യണം. ബാബുജി കഴിഞ്ഞാൽ പിന്നെ ന്യൂ സ്റ്റാർ ടീമിലെ ഏറ്റവും സ്ട്രോങ് മെമ്പർ. ഇത് നീ മത്താഴ്ച നമ്മുടെ ഏതെടുപ്പിൽ കിടക്കുക? ആ കപ്പയും പൊട്ടി വന്ന് അടി തുടങ്ങായിരുന്നു. അവൻ വരുമ്പോ അറ്റടാ, നീ ടണ്ണമ്മൽ വയ്ക്കും. അപ്പൊ ടച്ചിങ്സോ ഇത് റേഷൻ കടയിൽ ഞാൻ പറഞ്ഞ കിളിയുടെ ഞാൻ പറഞ്ഞില്ലേ 2 മാസമായിട്ട് ചാലാക്കാൻ നോക്കണ്ടെന്ന്. കളിയും ചിരിയൊക്കെ ഉണ്ട്, പക്ഷെ മുട്ടാൻ പറ്റണില്ല. ഏറെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാൻ വരെ 3000 കേസുള്ളൂ. ഓടാ എന്നിട്ട് ഇവിടെ പോക്കേസല്ലേ? അനാവശ്യം വരരുത്. അതെന്റെ കടയിൽ ഇരുന്നിട്ട് ഇയാള് വേണമെങ്കിൽ വിശ്വസിച്ചാൽ ഞാൻ തള്ളാൻ കൂട്ടാണല്ലോ. ചേടാ സെറ്റ് ചെയ്യടാ. എന്ത് അതിനെ സെറ്റ് ചെയ്യടാ? ആരാ അവളെ? അപ്പന്റെ പ്രേമോ? നമുക്ക് ഡിസ്കൗണ്ട് നോക്കടാ.
ആ